ഒരു സ്ത്രീയാണ് ഞാൻ, ഒരു അമ്മയാണ് ഞാൻ, ഒരു വിധവയാണ് ഞാൻ. ഓരോ വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമായിരിക്കണം എൻ്റേത്. ഓരോ സിംഗിൾ മദറിന് വേണ്ടിയിട്ടുള്ള, ഓരോ അപ്പൻ ഇട്ടിട്ട് പോയതും അപ്പൻ മരിച്ചതും അപ്പൻ ഉപേക്ഷിച്ചതുമായിട്ടുള്ള കേട്ട് സഹിച്ച് ആ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഓരോ അമ്മമാരുടെ ശബ്ദമായി മാറാനാണ് ഞാൻ വന്നത്. പോട്ടെ, എത്ര നാൾ പിടിച്ചിരിക്കുമെന്നൊന്നും അറിയില്ല. പക്ഷെ ഒരിക്കലും കരയുന്നതല്ല, കരഞ്ഞൊരു ആട്ടവും ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ ബിഗ് ബോസിൽ എത്തിയതിനു ശേഷം വീണ്ടും രേണുസുതി ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സംഭവം മറ്റൊന്നുമല്ല, രേണുസുതിയെ പച്ചക്ക് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചിരിക്കുകയാണ് ബിഗ് ബോസിലെ മറ്റൊരു മത്സരാർത്ഥിയായിട്ടുള്ള അക്ബർ. ഈ സെപ്റ്റിക് ടാങ്ക് എന്നൊക്കെ പറയുമ്പോൾ അത്രയും തരം താഴ്ന്നിട്ടുള്ള ഒരു പറച്ചിലായി പോയി അല്ലേ. ഇപ്പൊ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് വിഷയം എന്താണ് ഏതാണെന്നുള്ളത് പിടികിട്ടി കാണും. സംഭവം മറ്റൊന്നല്ല, ഈ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് ബിഗ് ബോസ് ഇന്നലെ എല്ലാവർക്കും ഒരു ടാസ്ക് നൽകിയിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ടാസ്ക്? അതായത് ഓരോ മത്സരാർത്ഥിയും മുന്നോട്ട് വന്ന് അവർക്ക് ഇഷ്ടമുള്ള ഒരാളെയും ഇഷ്ടമില്ലാത്ത ഒരാളെയും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ സെലക്ട് ചെയ്ത രണ്ട് വ്യക്തികൾക്കും ഓരോരോ ഇരട്ട പേര് വെച്ച് നൽകുക. ഇതാണ് ടാസ്ക്. അപ്പൊ ഇതിൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത വ്യക്തിയായിട്ട് അക്ബർ സെലക്ട് ചെയ്തത് രേണുസുതിയാണ്. രേണുസുതിക്ക് അക്ബർ കൊടുത്ത പേര് സെപ്റ്റിക് ടാങ്ക് എന്താണ്? നമുക്ക് എന്തായാലും ആ ഭാഗം ഒന്ന് കണ്ടോക്കാം. വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് രേണു ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സെപ്റ്റിക് ടാങ്ക് ആണ് ഇട്ട പേര്. അത് കുറച്ച് ഓവറായി പോയില്ലേ എന്നൊരു ഡൗട്ട്. എന്തായാലും ഇങ്ങനെ ഒരു പേര് രേണുവിന് കൊടുക്കുന്നതിന് പിന്നിൽ ഒരു കാരണം അക്ബർ ഉണ്ടാവല്ലോ. ആ കാരണം കൂടെ പറഞ്ഞാട്ടെ. എനിക്ക് ഇവിടെ കുറെ ടോക്സിക് സാധനങ്ങൾ പുള്ളിക്കാരത്തിൽ ഫീൽ ചെയ്തു. അപ്പൊ അതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്തു, ഞാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെ അപ്പൊ ടോക്സിക് സംഭവങ്ങൾ ഫീൽ ചെയ്തത് കൊണ്ട് രേണുസുതിക്ക് സെപ്റ്റിക് ടാങ്ക് എന്നുള്ള പേര് കൊടുത്തു അല്ലേ. കൊള്ളാം. എന്തായാലും സംഭവം പുള്ളിക്കാരൻ രേണുവിനെ ഒന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. അത് പുള്ളിക്കാരൻ തന്നെ ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിനോട് ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട്. വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ എന്നിട്ട് ഷാനവാസ്കാരുടെ അടുത്ത് പറഞ്ഞു, ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ എന്നെ തിരിച്ച് എന്റെ പേര് പറയും, വിധവമാരെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് വന്നെന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെയാണ് വന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ മാപ്പ് പറയാൻ. ഓക്കെ, കേട്ടല്ലോ. അതായത് രേണുസുതിക്ക് സെപ്റ്റിക് ടാങ്ക് എന്ന പേര് കൊടുക്കുന്നതിന് മുമ്പ് ഷാനവാസ് എന്ന് പറയുന്ന മറ്റൊരു മത്സരാർത്ഥിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? ഒന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണെന്നുള്ളത്. അത് കൂടി പോയെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്നും അക്ബർ പറയുന്നുണ്ട്. പിന്നെ അക്ബറിന് മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ അത് ക്യാമറ നോക്കിയിട്ടല്ല പറയുന്നത്, രേണുസുതിയോട് നേരിട്ട് പോയി പറയണം. പക്ഷെ ഇതിന് മറുപടി എന്നോണം രേണുസുതി അക്ബറിന് മറ്റൊരു പേര് നൽകുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് കണ്ടോക്കാം. എന്നെ പറഞ്ഞോണ്ടല്ല അക്ബറെ എനിക്ക് ഇഷ്ടമില്ല. വരും എന്നെ പറഞ്ഞ് നിങ്ങൾ കടിച്ചു കീറാമെങ്കിൽ ഇങ്ങനെ ഞാൻ എവിടെ ഉണ്ടോ അവിടെ ഇങ്ങനെ വരുന്നതുകൊണ്ട് വേട്ടപ്പട്ടിയായിട്ട് എനിക്ക് തോന്നി. സോ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അക്ബർ രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് തിരിച്ച് രേണു അക്ബറിനെ വേട്ടപ്പട്ടി നിന്നും വിളിച്ചു. പക്ഷേ തിരിച്ച് രേണു വേട്ടപ്പട്ടി എന്ന് വിളിച്ചാലും അത് അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച അത്ര ആവില്ല കേട്ടോ. അപ്പൊ ഈ സംഭവമാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്നോട് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ രണ്ട് പെർസ്പെക്ടീവിൽ ചിന്തിക്കാം. ഒന്നെങ്കിൽ ഇവിടെ ഭൂരിഭാഗം വരുന്ന ആളുകൾ ചിന്തിക്കുന്ന പോലെ, ഞാൻ അടക്കം ചിന്തിക്കുന്ന പോലെ അക്ബർ പറഞ്ഞത് കുറച്ച് കൂടി പോയി എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. പിന്നെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഷോ ആണ്, ഒരു സർവൈവൽ ഗെയിമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം ഗെയിമുകളിൽ ഒരു മത്സരാർത്ഥി സർവൈവ് ചെയ്യാൻ വേണ്ടി മറ്റു മത്സരാർത്ഥികളെ അടിച്ചിടാൻ വേണ്ടി നോക്കും. അതിനുവേണ്ടി അവർ പല രീതിയിലുള്ള ടാക്ടിക്സും ഇറക്കും. അതിലൊന്നും വീഴാതെ മുന്നോട്ട് പോകുന്നവരാണ് അല്ലെ ബിഗ് ബോസിൽ ടോപ്പ് 5 എത്തുന്നതും വിന്നറും ഒക്കെ ആകുന്നതും. ഇപ്പൊ ഒന്നും വേണ്ട, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവരിൽ ക്രിക്കറ്റ് കാണുന്ന പലരുണ്ടാകും, അതിൽ ടെസ്റ്റ് മാച്ച് കാണുന്നവരുണ്ടാകും. അപ്പൊ ഈ ടെസ്റ്റ് മാച്ച് നമ്മൾ കാണുന്ന സമയത്ത് ചില ബാറ്റ്സ്മാൻമാരൊക്കെ നല്ല രീതിയിൽ പിടിച്ചു നിൽക്കും അല്ലെ. 100ഉം 200ഉം ബോളൊക്കെ പിടിച്ചു നിൽക്കുന്ന ബാറ്റ്സ്മാൻമാരുണ്ട്. ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ബോളിംഗ് ടീമിലുള്ള ആളുകളുടെ കൺട്രോൾ പോകും. കാരണം ഇവൻ എങ്ങനെ എറിഞ്ഞിട്ട് ഔട്ടാക്കാൻ പറ്റുന്നില്ല. ഇൻസ്വിംഗ് എറിഞ്ഞിട്ടും യോർക്കർ എറിഞ്ഞിട്ടും ഔട്ട്സ്വിംഗ് എറിഞ്ഞിട്ടും ബോൾ ടേൺ ചെയ്യിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവൻ ഒരു തരത്തിൽ ഔട്ടാവുന്നില്ല. അങ്ങനെ അവസാനം ഒരു പൂഴിക്കടക എന്നുള്ള രീതിയിൽ ഇവരൊരു പ്രയോഗം നടത്തി നോക്കും. എന്താണ് ആ സംഭവം? സ്ലെഡ്ജിങ്. അതായത് ഈ പറഞ്ഞ ഫീൽഡേഴ്സും ബോളറും ഒക്കെ ഈ പറഞ്ഞ ബാറ്റ്സ്മാന്റെ അടുത്ത് പോയിട്ട് ട്രിഗർ ചെയ്യുന്ന രീതിയിൽ പലതും പറയും. ചിലർ തന്തക്ക് വരെ വിളിക്കും, ചിലർ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോന്ന് ട്രിഗർ ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള ബാറ്റ്സ്മാൻ എന്താക്കും? കൺട്രോൾ പോകും അല്ലെ. ആഹാ, ഇനി അങ്ങനെയൊക്കെ പറയാൻ മാത്രമായോ, എന്റെ തന്തക്ക് വിളിക്കാൻ മാത്രമായോ എന്നുള്ള രീതിയിൽ ബാറ്റ്സ്മാൻ ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുക? അതുവരെ കൺട്രോൾ ചെയ്ത് കളിച്ച ആ ബാറ്റ്സ്മാൻ പിന്നീട് അങ്ങോട്ട് കൺട്രോൾ നഷ്ടപ്പെട്ട് കളിക്കാൻ തുടങ്ങും. അവനെ ഔട്ട് ആവുകയും ചെയ്യും. ഇത് ഗെയിമിൽ ഒരു തന്ത്രമാണ്. പ്രത്യേകിച്ച് ഓസ്ട്രേലിയൻ പ്ലേയേഴ്സ് ഒക്കെ ഇത്തരം തന്ത്രങ്ങൾ ഒരുപാട് ഗ്രൗണ്ടിൽ പയറ്റാറുണ്ട്. പക്ഷെ എന്ന് കരുതി കളി കഴിഞ്ഞ് ഏതെങ്കിലും ബാറ്റ്സ്മാന് രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നെ ഗ്രൗണ്ടിൽ വെച്ച് അവന് തന്തക്ക് വിളിച്ചു, തള്ളക്ക് വിളിച്ചു, എന്നോട് അത് ചെയ്തു ഇത് ചെയ്തു എന്ന്? ഇല്ലല്ലോ. കാരണം അവർക്കറിയാം ഗെയിം വിജയിക്കാൻ വേണ്ടി ഇവർ ഓരോന്ന് വിളിച്ച് പറയുന്നതാണെന്ന്. അതിനെ വിളിക്കുന്ന പേരാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന്. ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ആളുകളെ എന്നും വലിയ നിലയിൽ എത്തിയിട്ടുള്ളൂ സ്പോർട്സിന്റെ കാര്യത്തിൽ കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ ലോകത്ത് അറിയപ്പെടുന്ന ഏത് സ്പോർട്സ് പേഴ്സൺ ആണെങ്കിലും അവർ ഇത്തരത്തിൽ ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വെക്കണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഈ കാര്യത്തെ സമീപിക്കാം. അതായത് ഇതൊരു ഗെയിമാണ്, ഇതൊരു സർവൈവിംഗ് ഗെയിമാണ്. അപ്പൊ അക്ബർ രേണുവിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി പലതും പറയും. അപ്പൊ അതിന് ആ പെർസ്പെക്റ്റീവ് എടുത്താൽ പോരെ എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അല്ല, പറയുമ്പോൾ എല്ലാം പറയണല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാ വശങ്ങളും ടച്ച് ചെയ്ത് പറഞ്ഞെന്ന് മാത്രം. എന്തായാലും അക്ബർ അങ്ങനെ ഒരു ഇരട്ടപ്പേരിട്ട് വിളിച്ചതോടെ രേണുവിന്റെ കംപ്ലീറ്റ് കൺട്രോൾ നഷ്ടപ്പെട്ട് കേട്ടോ. പിന്നീട് ഒരു പ്രാന്തിയെ പോലെ ബിഗ് ബോസ് ഹൗസിൽ രേണു അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നുണ്ട്. ആ രംഗം നമുക്കൊന്ന് കണ്ടുനോക്കാം. അമ്മമാര് വളർത്തുന്ന ആ അമ്മമാരെ പ്രതിനിധീകരിച്ച് വന്നതാണ് രേണുസുതി എന്ന കണ്ടസ്റ്റന്റ്. എന്നെ സെപ്റ്റിക് ടാങ്ക്, വെറും സെപ്റ്റിക് ടാങ്ക്. സോ എല്ലാവർക്കും പേര് കിട്ടി, ക്യൂട്ടി പൈ, ക്യൂട്ടി, അത് ഇത് ഒക്കെ തോന്നില്ല.
അത് ശരി, ഈ മക്കളെ വളർത്തുന്ന അമ്മമാരെ പ്രതിനിധീകരിച്ചാണ് രേണുസുതി വന്നതെന്നുള്ളത് പുതിയ അറിവാണ് കേട്ടോ. അതെന്തായാലും പറഞ്ഞത് നന്നായി. പിന്നെ ലാസ്റ്റ് എന്താ പറഞ്ഞത്, പലർക്കും പല പേരും കിട്ടി, ക്യൂട്ടി പൈ എന്നൊക്കെ കിട്ടി, എനിക്ക് കിട്ടിയത് സെപ്റ്റിക് ടാങ്ക് ആണെന്നൊക്കെ. പുള്ളിക്കാരിക്ക് കിട്ടാൻ ആഗ്രഹിച്ച പേര് ക്യൂട്ടി പൈ എന്നൊക്കെയാണ്, പക്ഷെ കിട്ടിയ പേര് സെപ്റ്റിക് ടാങ്ക് ആയി പോയി. എന്ത് പറയാനാണ്, എന്തായാലും ബാക്കിയാണ് നോക്കാം. എനിക്ക് തോന്നുന്നില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒരു സെപ്റ്റിക് ടാങ്ക് എന്ന ഒരു ഇരട്ട പേര് കേൾക്കുന്നത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അത് ചേച്ചിയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോകളുടെ താഴെ കമന്റ് ബോക്സ് നോക്കാഞ്ഞിട്ടാണ്. ഇതിന് വലുത് ആളുകൾ വിളിക്കുന്നുണ്ട്. എന്തായാലും മനസ്സിന് നിക്കക്കാളില്ലാതെ വന്നപ്പോ രേണുസുതി എന്താക്കുന്നുണ്ടെന്ന് അറിയാം. നൂറിന്റെ അടുത്ത് പോയി തന്റെ സങ്കടം പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ആ രംഗം കണ്ടോക്കാം. ഏറ്റവും നികൃഷ്ടവും നമ്മൾ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കാത്തത് നമ്മുടെ ഞാൻ വേസ്റ്റ് കുഴി എന്ന് പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ തെറ്റാണ് ചേച്ചി ചോദിച്ചോ, നീ ചിന്തിച്ചോളൂ എന്ന് ഞാൻ പറയണ്ട. അല്ല, ആരാ പറയണത്? പറഞ്ഞ തെറ്റാണ് ചേച്ചി പോലും. ഈ പറഞ്ഞ ആള് അനീഷ് എന്ന് പറയുന്ന മറ്റൊരു കണ്ടസ്റ്റന്റിന് കൊടുത്ത പേരെന്താണെന്ന് അറിയോ? നിങ്ങളെന്നെ ഒന്ന് കണ്ടോക്കി. ചൊറിയും ആ പീസായിട്ട് ഞാൻ അനീഷേട്ടനാണ് വിളിക്കുന്നത്. അനീഷേട്ടൻ ആദ്യം ഉദ്ദേശിച്ചത് പാഷാണത്തിൽ കൃമി എന്നാണ്. നമ്മുടെ അണു എടുത്തത് കൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് ചൂസ് ചെയ്തൊരു പേരാണ് മിസ്റ്റർ അപ്പി. കേട്ടല്ലോ, മിസ്റ്റർ അപ്പി, വിച്ച് മീൻ തീട്ടം. അപ്പൊ മറ്റൊരു മത്സരാർത്ഥിക്ക് തീട്ടെന്ന് പേരിട്ട് കൊടുത്ത ആളാണ് വേറൊരു മത്സരാർത്ഥിക്ക് സെപ്റ്റിക് ടാങ്ക് എന്ന് പേരിട്ട് കൊടുത്തത് മോശം എന്ന് പറയുന്നത്. എന്താ ഇതിനൊക്കെ പറയാ? പിന്നെ ഇവിടെ ഒരു കാര്യം നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ മോശം ഇരട്ടപ്പേരുകൾ വീണത് അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിക്കാണ്. ഇവിടെ പച്ചക്ക് വരെ തീട്ടെന്ന് വരെ അനീഷിനെ ആളുകൾ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ അനീഷ് അതിന്റെ സ്പിരിറ്റിലാണ് എടുത്തത്. ആ ഒരു സ്പോർട്സ് ഫാൻ സ്പിരിറ്റ് അനീഷിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുക. എന്തായാലും രേണുവിന്റെ സങ്കടം പറിച്ചിനെ ബാക്കി ഉണ്ടോക്കാം. ഞാനൊരു പെണ്ണല്ലേടി, ഒരു സ്ത്രീയല്ലേ, ഒരു അമ്മയല്ലേ. സ്ത്രീ അമ്മയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും. ആ ഒരു സ്ത്രീയെ, ആ സ്ത്രീത്വത്തെ അപമാനമാണ്. ഞാൻ അങ്ങനെ തന്നെ പറയാം. ശരി, അത്രക്കൊക്കെ ഉണ്ട്. സ്ത്രീത്വത്തിന് അപമാനമാണെന്നൊക്കെ പറയാൻ മാത്രം ഉണ്ട് ഇതൊക്കെ. അതിന് മാത്രം അക്ബർ എന്തേലും പറഞ്ഞോ? ഒരു സെപ്റ്റിക് ടാങ്ക് എന്ന പേര് നൽകിയത് കാരണമായിട്ട് അവന് സ്ത്രീത്വത്തെ അപമാനിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവൻ ഇട്ട പേര് കുറച്ച് കൂടി പോയി, അത് ഞാൻ തുറന്ന് സമ്മതിക്കും. അതിന് അക്ബറിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു തെറ്റ് തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ എന്ന് വിചാരിച്ചാൽ അത് സ്ത്രീത്വത്തെ അപമാനിക്കലാണെന്നുള്ള രീതിയിൽ വളച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. ആ കണ്ടസ്റ്റന്റ് ചെയ്തത്, അക്ബർ ചെയ്തത് സ്ത്രീത്വത്തെ അപമാനം തന്നെയാണ്. ഒരു സ്ത്രീയാണ് ഞാൻ, ഒരു അമ്മയാണ് ഞാൻ, ഒരു വിധവയാണ് ഞാൻ. ഓരോ വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമായിരിക്കണം എൻ്റേത്. അത് ശരി, നിങ്ങളെ വിധവയാണെന്ന് വിചാരിച്ച് നിങ്ങളെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ കൈകൂപ്പി നിൽക്കണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. അമ്മയായാലും വിധവയായാലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി കഴിഞ്ഞാണെങ്കിൽ ഒറ്റ ടാഗ് ലൈനേ ഉള്ളൂ, മത്സരാർത്ഥി. ഇവിടെ എല്ലാവരും ഒരുപോലെയാണ്. അത് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും, ഇനി അമ്മയും അച്ഛനും ഇല്ലാത്തവനാണെങ്കിലും ആരായാലും. ഇതെനിക്ക് എന്തോ പുള്ളിക്കാരി വിക്ടിം കാർഡ് ഇറക്കി കളിക്കുന്ന പോലെയാണ് തോന്നിയത്. വിക്ടിം കാർഡ് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് വിധവാ കാർഡ് എന്ന് പറയുന്നതായിരിക്കും അല്ലേ? അത് വെച്ച് ജനങ്ങളുടെ സപ്പോർട്ട് നേടിയെടുക്കാനുള്ള പ്ലാനാണ് രേണുസുതിന്റേതെന്ന് തോന്നുന്നു. അല്ല, രേണുസുതി ആണെന്നുകൊണ്ട് പറയാനും പറ്റൂല. ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ പുള്ളിക്കാരി ഈ സപ്പോർട്ടൊക്കെ നേടിയെടുത്തത് എന്റെ സുതിച്ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ. ആ ആൾക്കാണ് ഇപ്പോൾ ഇവിടെ വിധവാ കാർഡ് ഇറക്കി കളിക്കാൻ പാടി. എന്തായാലും രേണു ചേച്ചി ബാക്കി പറഞ്ഞാട്ടെ. ഓരോ സിംഗിൾ മദറിന് വേണ്ടിയിട്ടുള്ള, ഓരോ അപ്പൻ ഇട്ടിട്ട് പോയതും അപ്പൻ മരിച്ചതും അപ്പൻ ഉപേക്ഷിച്ചതായിട്ടുള്ള ഓരോ പാവം കുറെ സ്ത്രീകൾ ആ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്. എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാം ഒരു കുഞ്ഞു. ശരി, അതൊക്കെ എന്തിനാണോ ഇവിടെ പറയുന്നത്? ഇവിടെ ആരെങ്കിലും പറഞ്ഞു വിധവകളൊക്കെ മോശക്കാരാണെന്ന്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. ഇവിടെ വിധവകളെ കുറിച്ച് ക്ലാസ് എടുക്കാൻ മാത്രം ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങോട്ട് പറയന്നെ വിധവകൾ അങ്ങനെ, വിധവകൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ട്. ബാക്കി പറഞ്ഞിട്ടെന്തായാലും. ഭർത്താവില്ലാത്തതുകൊണ്ട് കേൾക്കാത്ത പേരുകളൊന്നുമില്ല. എന്തൊക്കെ പേര് കേൾക്കുമെന്നറിയാം. എൻ്റെ പൊന്നുകുഞ്ഞേ, പങ്കാളികൾ നമ്മളെ ഇട്ടിട്ട് പോയ എൻ്റെ ദൈവമേ, ഒരിക്കലും ആർക്കും ഇത് വരത്തില്ലെന്ന്. പേര് കേട്ട് അവരൊന്ന് ഒരുങ്ങിപ്പോയി കഴിഞ്ഞാൽ, അതെ, അവരൊന്ന് ഒരുങ്ങിപ്പോയി കഴിഞ്ഞാണെങ്കിൽ പ്രശ്നമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിധവാ കാർഡ് ഇറക്കി കളിക്കാനുള്ള പ്ലാനാണ് പുള്ളിക്കാരിക്ക്. എനിക്കിവിടെ രേണുസുതിനോട് പറയാനുള്ളത്, ഇപ്പൊ ഇനി ഈ കാർഡ് ഇറക്കിയിട്ട് കാര്യമില്ല രേണുസുതി. ഒരു വർഷം മുമ്പ് കാണുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാകും. പക്ഷെ ഇനി വിധവാ കാർഡ് ഇറക്കാൻ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ എല്ലാവരും ഉടായിപ്പാണെന്ന് പറയൂ. കാരണം അത്രക്കും ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്ന് ജനങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ട് രേണുസുതി. അതുകൊണ്ട് ഇനി വിധവാ കാർഡ് ഇറക്കി കളിച്ച് ജനങ്ങളുടെ സപ്പോർട്ട് നേടാമെന്ന് രേണുസുതി കരുതണ്ട. അല്ല, പുള്ളിക്കാരി പ്രസംഗം നടത്തുന്ന കണ്ടപ്പോൾ ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ബാക്കി ഉണ്ടോക്കാം. കേട്ട് സഹിച്ച് ആ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഓരോ അമ്മമാരുടെ ശബ്ദമായി മാറാനാണ് ഞാൻ വന്നത്. പോട്ടെ, എത്ര നാൾ പിടിച്ചേക്കുമെന്നൊന്നും അറിയില്ല. പക്ഷെ ഒരിക്കലും കരയുന്നതല്ല, കരഞ്ഞ ഒരു ആട്ടവും ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ കരയേണ്ട ഒരാളുമല്ല. കരയേണ്ട ആവശ്യം എന്താ? ഈ പറച്ചിലെന്നെ ധാരാളല്ലേ. എന്തായാലും വീട് കിട്ടിയ അവസരം നല്ല രീതിയിൽ രേണു മുതലെടുക്കാൻ നോക്കുന്നുണ്ട് അല്ലേ? ഓർക്കാപ്പുറത്താണ് അക്ബർ സെപ്റ്റി ടാങ്ക് എന്നുള്ളൊരു പരാമർശം നടത്തുന്നത് അല്ലേ? അത് വീട് കിട്ടിയ ഒരു അവസരമായിട്ട് കണ്ട് രേണുസുതി നല്ല രീതിയിൽ മുതലെടുക്കാൻ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു ബാക്കി ഉണ്ടോക്കാം. കരയേണ്ട ആവശ്യമില്ല, ഒരിക്കലും കരയേണ്ട ആവശ്യമില്ല. അയാളെ തെറ്റ് ചെയ്തത്. ചമ്മിട്ട് ഉരുകി പോടി. എനിക്ക് ഭയങ്കര, നീ എന്റെ മുഖം ശ്രദ്ധിച്ചോന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനെ പോകുന്നുണ്ട് ഇവരുടെ സംഭാഷണം. എന്തായാലും ഇത് വെച്ച് രേണുവിന് PR നടത്തുന്ന ടീംസ് നല്ല രീതിയിൽ രേണുവിനെ കയറ്റി കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് കേട്ടോ. രേണുവിന് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ PR വർക്ക് നടക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. എന്തായാലും രേണുവിന്റെ PR ടീം ഇതെടുത്ത് നല്ല രീതിയിൽ ആഘോഷിക്കാൻ നോക്കുന്നുണ്ട്. ഇനിയിപ്പോ ആഘോഷിച്ചാലില്ലെങ്കിലും നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പച്ചക്കങ്ങ് തുറന്നു പറയും. നമുക്ക് ആരുടെയും PR ആയി നിൽക്കാൻ വലിയ താല്പര്യമില്ല. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി കാണാം.